ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിന്ന് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. ഇന്ന് വിഷ്ണുമായുടെ അമ്പലത്തിൽ പോവാണ്. ഇനി 1-ാം തീയതി നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലോ, സ്വാമിയെ പോയി കാണാം എന്ന് വിചാരിച്ചു. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഞങ്ങൾ സ്വാമിയുടെ അടുത്ത് പോകാറുണ്ട്. തോട്ടുങ്കലാണ്, തോട്ടുങ്കൽ ശ്രീ വിഷ്ണുമായ ക്ഷേത്രമാണ്. ഇതങ്ങോട്ടേക്കുള്ള വഴിയാണ്. നമ്മളുടെ എല്ലാ ജീവിതത്തിൻ്റെ തുടക്കത്തിലും തൊട്ടേ സ്വാമിയുണ്ട് നമ്മുടെ കൂടെ. സ്വാമിയെ മറന്നിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല. എന്ത് സന്തോഷം വന്നാലും ദുഃഖം വന്നാലും എന്ത് സംഭവിച്ചാലും നമ്മൾ സ്വാമിയുടെ അടുത്തോട്ടാണ് ചെല്ലാറ്. പതിവ് പോലെ നമ്മൾ വീണ്ടും സ്വാമിയുടെ അടുത്തോട്ട് വന്നേക്കണേണ്. ഇത് തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഉണ്ടാണ് നമ്മൾ വന്നത്. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ വന്ന് തൊഴുത് പോയി. അതിന് പിറ്റേ ദിവസവും നമ്മൾ സ്വാമിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ നമ്മുടെ വിഷ്ണു നിൽപ്പുണ്ട്. വിഷ്ണു ആനയാണ്. അതും നമ്മുടെ ഒറിജിനൽ ആനയല്ല, ഇത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അതാവുമ്പോൾ അവന് മതമിളകൂലല്ലോ. അപ്പോൾ വിഷ്ണുവിനെ പോയി കുറച്ച് നേരം കൊഞ്ചിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ ഒന്ന് തടകി തലോടി പോരും. അതോ അവനെടുത്തെറിയൂലല്ലോ. അങ്ങനെ ഏട്ടൻ അകത്തേക്ക് കയറിയിട്ടാ. അപ്പോൾ ഇന്ന് തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഭഗവാനെ സ്വസ്ഥമായിട്ട് കാണാൻ പറ്റി, കാര്യങ്ങൾ പറയാൻ പറ്റി. ഇവിടെ വന്ന് സ്വാമിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സമാധാനമാണ്. ഞങ്ങൾ എന്തുണ്ടെങ്കിലും സ്വാമിയോട് നേരിട്ടാണ് സംസാരിക്കാറ്. നേരിട്ടേ പറയുള്ളൂ. ഒരു ഇടനിലക്കാരനോടുള്ള സംസാരിക്കൽ ഇല്ല. ആദ്യമൊക്കെ അങ്ങനെ പറയുമായിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനെയില്ല. ഞങ്ങൾ നേരിട്ട് വന്ന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതുപോലെ വീട്ടിലിരിക്കുന്ന സ്വാമിയുടെ വിഗ്രഹത്തിനോടായാലും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇടയ്ക്ക് പുള്ളിയോട് ഞങ്ങളുടെ വിശേഷങ്ങൾ സംസാരിക്കും, പുള്ളിയുടെ വിശേഷങ്ങൾ ചോദിക്കും. അങ്ങനെയുണ്ട് ഞങ്ങൾ. അപ്പോൾ അവിടെ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിറങ്ങി. വിഷ്ണു ഇവിടെ ഇപ്പം ഉണ്ട്. വിഷ്ണു കൂടാതെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അതാളാ ഞാൻ അടുത്ത വീഡിയോ കാണിക്കാവേ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.